ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അഞ്ജുസ് കുക്കിംഗ് വേൾഡ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 1 kg വെയിറ്റ് വരുന്ന വേഞ്ചോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഓർഡർ കേക്കാണ് ഇത്. അപ്പോൾ വേഞ്ചോ കേക്ക് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 2 ഫ്ലേവറിൽ വരുന്ന കേക്കാണ്. ഒന്ന് വാനില സ്പഞ്ചും രണ്ടാമത്തേത് ചോക്ലേറ്റ് സ്പഞ്ചും ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വാനില സ്പഞ്ച് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ നിന്നും കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. നമുക്ക് വാനില സ്പഞ്ചിന് ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല. ഇനി ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ച ശേഷം മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന ബൗളിൽ ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഇരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഫ്ലഫി ആയിട്ട് കിട്ടുന്നത് വരെ ബീറ്റ് ചെയ്ത് എടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയോ അല്ലെങ്കിൽ പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിക്കാത്ത പഞ്ചസാര ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ ചേർക്കരുത്, പൊടിച്ച് തന്നെ ചേർക്കണം. ഇനി കുറേശ്ശെ ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിച്ചിട്ട് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബീറ്റ് ചെയ്ത് കിട്ടണം എന്നില്ല, അതായത് മെൽറ്റായി വരണം എന്നില്ല. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലോർ മിക്സ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒന്നിച്ചിട്ട് ഇട്ട് കൊടുക്കേണ്ട, അപ്പോൾ കട്ട പിടിക്കും. നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഫോൾഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി കുറേശ്ശെ പാൽ ഒഴിച്ച് കൊടുക്കും. അപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ പാലെടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള പാൽ വേണം എടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള പാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഫ്ലോർ മിക്സും കൂടി ഇട്ട് കൊടുക്കാം. 7 ഇഞ്ചിൻ്റെയോ അല്ലെങ്കിൽ 6 ഇഞ്ചിൻ്റെയോ കേക്ക് ടിന്നിലേക്ക് നമുക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിലേക്ക് നമുക്ക് ഇതിനെ മാറ്റാം. ഗ്യാസ് ഫ്ലെയിമിനനുസരിച്ചിട്ട് വ്യത്യാസം വരും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 10 മിനിറ്റ് തൊട്ടിട്ട് 15 മിനിറ്റിനുള്ളിൽ ബേക്കായി കിട്ടും കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയം കൊണ്ട് ചോക്ലേറ്റ് സ്പഞ്ച് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദാമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 3 ടേബിൾ സ്പൂണ് മൈദാമാവ് എടുത്ത ശേഷം അതിന് പകരം കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ലൈറ്റ് ആയിട്ടുള്ള കൊക്കോ പൗഡറാണ് എൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഡാർക്കായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിഞ്ച് ഉപ്പോടി ഇട്ട് കൊടുക്കാം. നമ്മൾ വാനില സ്പഞ്ചിൽ ബേക്കിംഗ് സോഡ നമ്മൾ അധികം ചേർത്തിട്ടില്ല, നമ്മൾ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. കൊക്കോ പൗഡർ ചേർക്കുന്നത് കൊണ്ട് നമുക്കതിലേക്ക് എന്തായാലും ബേക്കിംഗ് സോഡ ചേർക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡറിൻ്റെ റിയാക്ഷൻ കുറയും കേട്ടോ. ഇനി 2 എഗ്ഗിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇടവിട്ടിട്ട് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഹൈ സ്പീഡിൽ വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് കൊക്കോ പൗഡർ ചേർക്കുന്നത് കൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ മോയ്സ്ചർ കണ്ടൻറ്റ് കുറഞ്ഞു വരും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇനി അതിലേക്ക് കുറേശ്ശെ പാലൊഴിച്ച് കൊടുത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പാൽ ഇതിൽ 2 ടേബിൾ സ്പൂൺ തന്നെയാണ് കേട്ടോ എടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഫ്ലോർ മിക്സ് ഇടാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്ത ശേഷം ഒന്ന് 10 തൊട്ടിട്ട് 15 മിനിറ്റിനുള്ളിൽ ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. അങ്ങനെ നമ്മുടെ വാനില സ്പഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ആ ഒരു സമയം കൊണ്ട് ചോക്ലേറ്റ് സ്പഞ്ച് റെഡി ആയി കിട്ടും കേട്ടോ. ഇനി ചോക്ലേറ്റ് ഗണാഷ് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ അവിടെ വൈ കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചൂടാക്കിയിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി ഇവിടെ ഞാൻ മിൽക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. ഡാർക്ക് കോമ്പൗണ്ട് ഞാൻ ഉപയോഗിക്കാറില്ല. ചെറിയൊരു കശപ്പ് വരുന്നത് കൊണ്ട് അധികം ഞാൻ മിൽക്ക് കോമ്പൗണ്ടാണ് കേട്ടോ എടുക്കാറുള്ളത്. അതും ഇതുപോലെ തന്നെ നമുക്ക് ചൂടാക്കിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ അത് കുറച്ച് സമയം പിടിക്കും.
അപ്പോൾ അതുപോലെ തന്നെ ഡാർക്ക് ആൽമണ്ട് പെട്ടെന്ന് മെൽറ്റായിട്ട് വരും ചെയ്യും. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഗ്രാം കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 200 ഗ്രാം ചോക്ലേറ്റ് എടുക്കുക, അതിലേക്ക് 100 ഗ്രാം വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ഒഴിച്ചിട്ടൊന്ന് ഇതുപോലെ തന്നെ മെൽറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി 1.5 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്റ്റിഫ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വിപ്പിംഗ് ക്രീം 2 പാർട്ടാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഒന്നിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഒന്നിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. 2-3 ടേബിൾ സ്പൂണോളം നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ കളറ് നോക്കുക, ഡാർക്ക് കോമ്പൗണ്ട് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല കളറ് കിട്ടണം. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഷുഗർ സിറപ്പ് റെഡിയാക്കിയിട്ടുള്ളത് 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഞാൻ എന്താ ഇവിടെ വാനില സ്പഞ്ചും അതുപോലെ തന്നെ ചോക്ലേറ്റ് സ്പഞ്ചും തലേ ദിവസം തന്നെ കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ടേൺ ടേബിളിൻ്റെ മുകളിലേക്കായിട്ട് ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ക്രീം അതിൻ്റെ മുകളിൽ തേച്ച ശേഷം സ്പഞ്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റ് സ്പഞ്ചാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാനില സ്പഞ്ചൊക്കെ വെച്ച് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇനി ഫുള്ളായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം ചോക്ലേറ്റ് സ്പഞ്ച് ആയതുകൊണ്ട് ചോക്ലേറ്റിൻ്റെ വിപ്പിംഗ് ക്രീം നമുക്കൊന്ന് അപ്ലൈ ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് വാനില സ്പഞ്ച് വെച്ച് കൊടുക്കാം. വെറ്റ് ചെയ്ത് കൊടുക്കാം. ക്രീം അപ്ലൈ ചെയ്യാം. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ വീണ്ടും ചോക്ലേറ്റ് സ്പഞ്ച് വെച്ച് കൊടുക്കാം. ചോക്ലേറ്റിൻ്റെ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യുക, ഗനാഷ് ഒഴിക്കുക, ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഐസിങ് ചെയ്തെടുക്കാം. ഏറ്റവും മുകളിലായിട്ട് വാനില സ്പഞ്ചാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ക്രം കോട്ടിങ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലേക്കാണ് വെക്കേണ്ടത്. ഈ ഒരു കേക്ക് നന്നായിട്ട് തണുത്ത് കിട്ടണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ അതിൻ്റെ മുകളിലേക്കായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടുള്ളൂ. അങ്ങനെ ഇതൊന്ന് 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൊണ്ടുവരാം. ആ സൈഡിലുള്ള ഓരങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കാം. ഇനി ഫുള്ളായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ ഫുള്ളായിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ക്രാപ്പർ വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ ചെയ്യാം. ഇനി ഒരു കേക്ക് 4 മണിക്കൂറിന് ശേഷം നമുക്ക് ഗനാഷ് മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. അഥവാ ഗനാഷ് നമ്മൾ നേരത്തെ തയ്യാറാക്കിയത് കൊണ്ട് തന്നെ ചിലപ്പോൾ തിക്കായി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആയെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഓവനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തെടുത്താലും മതി. നല്ല ലൂസായിട്ട് ഗനാഷ് കിട്ടും. ഈ ഒരു ഗനാഷ് നമുക്കിനി കേക്കിൻ്റെ മുകളിലേക്കായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് ചൂടുണ്ടാവാൻ പാടില്ല. ചെറിയൊരു ചൂടോട് കൂടിയിട്ട് വേണം, ഒരുപാട് ചൂടല്ല, ചെറിയൊരു ചൂട്, നമ്മുടെ കൈ വെച്ചാൽ കൂടി പൊള്ളാത്ത രീതിയിലുള്ള ചൂടിൽ വേണം ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഗനാഷ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ചോക്ലേറ്റ്, അതായത് ഡാർക്ക് ചോക്ലേറ്റോ അല്ലെങ്കിൽ മിൽക്ക് കോമ്പൗണ്ടോ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ച ശേഷം നല്ലൊരു ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ തണുത്ത് പോവും. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി കുറച്ചും കൂടി ഡാർക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ടൂള് വെച്ചിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് സാന്നോ പാന്നോ മാന്നോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്തെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വിരലിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക. ഇതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.
ഇനി ഒരു പൈപ്പിംഗ് ബേയിലേക്ക് ഞാൻ കുറച്ച് ക്രീമാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2-3 ഫ്ലവർ വരച്ചു കൊടുക്കാം. അതേ നോസിൽ വെച്ചിട്ട് തന്നെ താഴെ ബോർഡറും വരച്ചു കൊടുക്കാം. ഇനി ആ 3 ഫ്ലേവറിൽ ഞാൻ ചോക്ലേറ്റ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പേര് ഫോണ്ടൻറ്റിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് വാൻചോ കേക്ക് 1 kg വെയിറ്റ് വരുന്നതാണ്. ഇത് ഞാനിവിടെ സെയിൽസ് ചെയ്യുന്നത് 850 രൂപയ്ക്കാണ്. വെയിറ്റ് കൂടി നോക്കിയിട്ട് ഞാനിതൊരു 1000-നാണ് ഞാൻ സെയിൽസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോയുമായി എത്തുന്നവരേക്ക് എല്ലാവർക്കും ബൈ.